കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. ഞാനും എൻ്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. എസ്തറിൻ്റെ പുസ്തക ചരിത്രം നമുക്ക് ഏവർക്കും പരിചിതമാണ്, അല്ലേ? സ്തോത്രം. ദൈവജനത്തിന് വിരോധമായി ഹാമാൻ എന്ന വ്യക്തി, സ്തോത്രം, യഹൂദാ ജനത്തെ മുഴുവനായും ഒന്നടങ്കം നശിപ്പിച്ചു കളയുവാൻ പദ്ധതിയിട്ട് സ്തോത്രം കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. വിരോധമായ രേഖകളെല്ലാം എഴുതി ഉറപ്പിച്ചു. എന്നാൽ ഇതെങ്ങനെ ചേഞ്ച് ചെയ്യും, എങ്ങനെ ഇത് മാറും എന്നുള്ള ആശങ്ക ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയും രാജസ്ഥാനത്തിരിക്കുന്ന എസ്തർ വിചാരിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ചിന്തിച്ച മൊർദെഖായി എസ്തറിനൊരു ലെറ്റർ എഴുതുകയാണ്. ഇവിടുത്തെ പ്രതിപാദ്യ ചിന്ത എന്തുവാ? എസ്തറിന് മൊർദെഖായി ഒരു എഴുതുകയാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതിനായിട്ടല്ലോ നിന്നെ രാജസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞൊരു ലെറ്റർ എസ്തറിന് മൊർദെഖായി എഴുതുകയാണ്. അതിനുള്ള മറുപടിയായിട്ടാണ് എസ്തർ ഇവിടെ പറയുന്നത്. മൊർദെഖായിക്ക് തിരിച്ച് ഒരു കൽപ്പന രാജ്ഞിയായ എസ്തർ പുറപ്പെടുവിക്കുകയാണ്. എന്തെന്നറിയാമോ? നീ ചെന്ന് ഇസ്രായേലിലുള്ള സകല ജനത്തോടും വരുന്ന 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ചെയ്യാം. സ്തോത്രം. നിയമപ്രകാരം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. സ്വന്തമായി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായ എസ്തർ. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, തിരുവചനം ഇങ്ങനെ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചാകുന്നുവെങ്കിലോ അനേകർക്ക് അത് ഫലവും അനുഗ്രഹവുമാണ്. സ്തോത്രം. ഇവിടെ എസ്തർ സ്വയം ആ ബുദ്ധിമുട്ട്, ആ പ്രയാസം ഏറ്റെടുക്കുകയാണ്. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഒരു പലവിധ ചിന്തകൾ, ഉദാഹരണങ്ങൾ അതിനകത്തുണ്ട്. എന്നാലും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു ആത്മീക ചിന്ത, നമ്മൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരാറുണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ സ്വയമായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇടവരുത്തും. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. ഇവിടെ അവൾ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നശിക്കുന്നെങ്കിൽ എന്ത് ചെയ്യട്ടെ? നശിക്കട്ടെ. സ്തോത്രമല്ല. കാര്യം നിയമപ്രകാരം അല്ലാതെ രാജാവിൻ്റെ അടുക്കൽ പോയാൽ സ്വാഭാവികമായിട്ട് അവിടെ ശിക്ഷണ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് അവിടുത്തെ കൽപ്പനയാണ്. അത് എസ്തറിന് നന്നായിട്ട് അറിയാം. പക്ഷേ അതിന് മുൻപായിട്ട് എസ്തർ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, രാജാവിൻ്റെ ചെങ്കോലുകൾ പ്രതികൂലമായി നീളാതെ, പ്രതികൂലമായി നിനക്കെതിരെ വരാതെ അതിനെ അനുകൂലമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും. ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വിരോധമായി, നിന്റെ ജീവിതത്തിന് ആത്മീക ഭൗതിക നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന രാജകീയ ശക്തികൾ, രാജകീയ ചെങ്കോലുകൾ, പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നിനക്കെതിരെ പൊന്തി വന്നാലും ഭാരപ്പെടണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഹാമാന്റെ പദ്ധതികളെ ഉടച്ചു മാറ്റാൻ, രാജാവിൻ്റെ ഹൃദയത്തെ നിനക്കനുകൂലമാക്കാൻ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊണ്ട് ഞാൻ പറയാം, നിയമകർത്താക്കളുടെയോ അധികാരികളുടെയോ സ്തോത്ര ഹൃദയങ്ങളെ നിനക്കനുകൂലമാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക. നിനക്ക് വിരോധം ഉയർന്നു വരുന്ന പ്രതിസന്ധികളെയോ പ്രതികൂലങ്ങളെയോ കണ്ട് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥനകൾ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ ഏൽപ്പിക്കാൻ അവിടുന്ന് ഞങ്ങളെ ചെറുകടിയിൽ മറച്ചാട്ട് വിരോധമായിട്ട് നിൽക്കുന്ന രാജകീയ ചങ്കോലുകളെ അനുകൂലമാക്കാൻ കഴിയുന്ന പ്രാർത്ഥനയുടെ ശക്തി ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരുവാൻ സ്വർഗമിടവരുത്തിയാണ്. സമസ്ത തൃക്കരങ്ങൾ തരുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.